ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ച വിധത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിൻ്റെ മഹത്വം പറഞ്ഞാട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ. നമ്മൾ ചിന്തിക്കുന്നത് എബ്രായ ലേഖനത്തിൽ നിന്നാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നത് കർത്താവായ യേശു ക്രിസ്തു വലിയവനെന്ന് ഉള്ള വിഷയത്തിൽ നിന്നുകൊണ്ട് രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ. പ്രധാനമായിട്ട് അന്നത്തെ ക്ലാസ്സിൽ വരാതിരുന്നവർ പെട്ടെന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. എബ്രായ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ, ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് 4 ഓൺവേർഡ്സ് 4-ാമത്തെ വാക്യം മുതൽ 2-ാം അധ്യായം 14-ാം വാക്യം വരെ യേശു ദൂതന്മാരെക്കാൾ വലിയവനെന്ന് വെളിപ്പെടുത്തുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ബെറ്റർ ദാൻ ദി ഏഞ്ചൽ. ദൂതന്മാരെക്കാൾ വലിയവനെന്ന് വെളിപ്പെടുത്തുന്നു. ഹീബ്രൂസ് ചാപ്റ്റർ 1 വേഴ്സ് 4 ഓൺവേർഡ്സ്, ചാപ്റ്റർ 2 വേഴ്സ് 14 ലാസ്റ്റ് വേഴ്സ് വരെ, ചാപ്റ്റർ 2 വേഴ്സ് 18 18-ാമത്തെ വാക്യം വരെ ഉള്ള ഭാഗങ്ങൾ യേശു ദൂതന്മാരെക്കാൾ വലിയവൻ എന്നുള്ളത് വെളിപ്പെടുത്തുന്നു. പ്രധാനമായിട്ട് 2 ആസ്പെക്റ്റിലാണ് യേശു ദൂതന്മാരെക്കാൾ വലിയവെന്ന് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, യേശു ദ സൺ ഓഫ് മാൻ, യേശു മനുഷ്യപുത്രൻ എന്നുള്ളത്. യേശു സൺ ഓഫ് മാൻ, ആസ് ദ സൺ ഓഫ് മാൻ, ആൻഡ് ദെൻ ആസ് ദ സൺ ഓഫ് ഗാഡ്. ദൈവപുത്രനായിരിക്കുന്ന യേശു, മനുഷ്യപുത്രനായിരിക്കുന്ന യേശു. ദൈവപുത്രനായിരിക്കുന്ന യേശുവിനെ കുറിച്ചാണ് 1-ാം അധ്യായം 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. ആസ് ദ സൺ ഓഫ് ഗാഡ്, ആസ് ദ സൺ ഓഫ് ഗാഡ്. 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ. 2-ാം അധ്യായം പൂർണ്ണമായിട്ട് പഠിപ്പിക്കുന്നത് ആ സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ എന്നുള്ള വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. ഈ 2 വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രാരംഭമായിട്ട് സൺ ഓഫ് ഗാഡ്, ദൈവപുത്രൻ എന്നുള്ള രീതിയിൽ യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. അതിൽ അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗം തെളിയിക്കുവാൻ എടുത്തപ്പോൾ പഴയ നിയമത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് 7 ഭാഗങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നോട്ടുകൾ എഴുതിയെടുക്കുവാൻ പെട്ടെന്ന് നോട്ടുകൾ എഴുതിയെടുക്കുക. ക്രൈസ്റ്റ് ഹാസ് ബിക്കം സോ മച്ച് ബെറ്റർ ദാൻ ദി ഏഞ്ചൽസ്. ഒന്ന്, ദ ഫസ്റ്റ് പോയിന്റ്, ബൈ ഇൻഹെറിറ്റൻസ്. By inheritance, he obtained a more excellent name. By inheritance, he obtained a more excellent name. Verse 4 and 5, 4-5 വാക്യം. നമ്മൾ ഈ ഓരോ ഭാഗങ്ങൾ ഈ ദിവസം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുക. നോട്ടുകൾ നിങ്ങൾ മസ്റ്റായിട്ട് എഴുതിയെടുത്താട്ട്. 2, സെക്കൻഡ് പാർട്ട്, he is the object of the worship. Jesus Christ is the object of the worship. എന്തുകൊണ്ട് ദൂതന്മാരെക്കാൾ വലിയവൻ? Verse 6, 6-ാമത്തെ വാക്യം. 3-ാമത്തെ പോയിന്റ്, ഏഞ്ചൽസ് ആർ ഗോഡ്സ് സെർവൻറ്റ്. ദൂതന്മാർ ദൈവത്തിൻ്റെ സേവകന്മാരാണ്. Verse 7, 4th point, God declares of Christ. God declares of Christ. ദൈവം യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രാരംഭ, ഓ ഗാഡ്, ദൈവമേ. Verse 8, 5, he is the creator, അവൻ സൃഷ്ടാവ്. Verse 10 to 12, sixth point, God said to Christ, God said to Christ, sit you at my right hand. എൻ്റെ വലതു ഭാഗത്ത് ഇരിക്കാം. Verse 13, 7th point, angels are the ministering spirits for the saints.
ഏഞ്ചൽസ് ആർ ദ മിനിസ്ട്രിങ് സ്പിരിറ്റ്സ് ഫോർ ദ സെയിൻസ്. രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കൾ. വേഴ്സ് 14. ഇന്ന് മുതൽ നമ്മൾ ആ പർട്ടിക്കുലർ വിഷയത്തിൽ നിന്നുകൊണ്ടായിരിക്കും ചിന്തിച്ച് മുൻപോട്ട് പോകാൻ പോകുന്നത്. എനിക്ക് നിങ്ങളുടെ ഭാഗത്തുള്ള കോപ്പറേഷൻ കൂടെ വളരെ ആവശ്യമാണ്. കാരണം ഇത് വളരെ ഡീപ്പായിരിക്കുന്ന അനേക വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ എന്നോടുകൂടെ ചേർന്ന് വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അതുകൊണ്ട് എന്നോടുകൂടെ നിങ്ങളായിരിക്കുക. ദ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ബൈ ഇൻഹെറിറ്റൻസ് he obtained a more excellent name. By inheritance he obtained a more excellent name. നമ്മൾ ആ പ്രത്യേകമായിരിക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ടാണ് ചിന്തിക്കുവാൻ പോകുന്നത്. 4-5 വാക്യം. 4 and 5. അവൻ ദൈവദൂതന്മാരെക്കാൾ അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? ഒരിക്കൽ കൂടെ നിങ്ങൾ മൗനമായിട്ട് ശ്രദ്ധയോടുകൂടെ ആ ഭാഗം വായിച്ചാൽ. ഓക്കെ, നിങ്ങൾ ആ ഭാഗം വായിച്ച് ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2 പ്രത്യേകതകളെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ആ പ്രത്യേകത? നിങ്ങൾ ആ വാക്യം 4-ാം വാക്യം ഒന്ന് നോട്ട് ചെയ്താട്ട് പെൻസിൽ കയ്യിലുള്ളവർ ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്ത് 2 വാക്കുകൾ ഈ പ്രത്യേകമായിരിക്കുന്ന വിഷയത്തിൽ വളരെ വാല്യബിളാണ്. 2 വാക്കുകൾ. ഒന്ന്, നാം അവകാശിയായതിന് ഒത്തവണ്ണം. അണ്ടർലൈൻ ദാറ്റ് പോർഷൻ. അവകാശി ആയതിന് ഒത്തവണ്ണം. നെക്സ്റ്റ്, ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഈ 2 ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഈ 2 ഭാഗങ്ങൾ നിങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കണം. അതിനകത്ത് 2 പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങളെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. 2 ഡിഫറെൻറ്റ് തിങ്സ്. 2 പ്രത്യേകമായ കാര്യങ്ങൾ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്താതെ വായിച്ചാട്ട്. ഒന്നാമത് ദ ഫസ്റ്റ്. എല്ലാവരും ബൈബിളിൽ ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകണം. എങ്കിലേ നാളെ നിങ്ങൾ ഈ ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ എന്തൊക്കെയോ വായിച്ചു വിടുന്ന പോലെ ഇരിക്കും. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ ഒരു കാര്യം കാണാം. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം കോട്ട് ചെയ്തിരിക്കുന്നത് അവൻ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായിരിക്കുന്ന നാമത്തിന് എന്തായിത്തീർന്നു? അവകാശി. ഇൻഹെറിറ്റഡ്. ഒന്ന് നോട്ട് ചെയ്താട്ട് ആ ഭാഗം. അവൻ അവകാശിയാണ്. 2, നെക്സ്റ്റ് വേർഡ് പറയുന്നു അവൻ അവരെക്കാൾ ആരായിത്തീർന്നു? ശ്രേഷ്ഠനായിത്തീർന്നു. ദാറ്റ് മീൻസ് ശ്രേഷ്ഠനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ 2 യേശു ക്രിസ്തുവിൻ്റെ 2 വിധ അതോറിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. 2 വിധ അധികാരങ്ങൾ. എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിൻ്റെ 2 വിധ അധികാരം? ഒന്ന് പറഞ്ഞു അവൻ വിശിഷ്ടമായ നാമത്തിന് അവകാശിയാണ് എന്ന് പറഞ്ഞാൽ ബൈ ഇൻഹെറിറ്റഡ്. അവൻ അവകാശിയാണ്. എന്തിനോ? അവൻ ജനിച്ചപ്പോൾ തന്നെ അവൻ ഒന്നിനോ അവകാശിയാണ് എന്ന് പറഞ്ഞാൽ അത് യാതൊരു എഫേർട്ട് കൊണ്ട് ലഭിച്ചതല്ല. പിന്നെ എങ്ങനെ ലഭിച്ചതാ? പിന്നെ ബൈ ബേർത്ത് തനിക്ക് ലഭിച്ചതായിരിക്കുന്ന ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവിയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നു അവൻ അവരെക്കാൾ ആരായിത്തീർന്നു? ശ്രേഷ്ഠനായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? അവിടെ ഒരു എഫേർട്ടുണ്ട്. ഒന്ന്, ജന്മന ലഭിച്ച അതോറിറ്റി. 2, എഫേർട്ട് കൊണ്ട് ലഭിച്ച അതോറിറ്റി. മനസ്സിലാകുന്നുണ്ടോ? വെറുതെ തലയാട്ടരുത്. മനസ്സിലായോ? യെസ്? ഇല്ല. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2 വിധ അധികാരങ്ങൾ നമ്മൾ ചിന്തിച്ചോണം. ഞാൻ എപ്പോഴും പറയത്തില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒന്നുണ്ടായിരിക്കണം. അവൻ ദൂതന്മാരെക്കാൾ
വലിയവൻ. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഭാഗങ്ങൾ മുഴുവൻ ചിന്തിക്കുന്നത്. അവൻ ദൂതന്മാരെക്കാൾ വലിയവൻ എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രണ്ട് വിധ അതോറിറ്റിയാണ്, അധികാരത്തെയാണ് ഈ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ അധികാരമെന്ന് പറയുന്നത് ബൈ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അവൻ ജനിച്ചപ്പോൾ തന്നെ അഥവാ തൻ്റെ ജനനം കൊണ്ട് തനിക്ക് ലഭിച്ച അധികാരം, അതാണ് തൻ്റെ ജന്മന തനിക്ക് ലഭിച്ച അധികാരം. എന്നാൽ ആ അധികാരം കൊണ്ട് മാത്രമല്ല ഇവിടെ പറയുന്നത്, രണ്ട്, അവൻ അവരെക്കാൾ ആരായിത്തീർന്നു? ശ്രേഷ്ഠനായിത്തീർന്നു. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു എന്തുണ്ടായിരുന്നു ഇവിടെ? ഒരു എഫേർട്ട്. അപ്പോൾ രണ്ട് വിധമായിരിക്കുന്ന അതോറിറ്റി. ഒന്ന്, ബൈ ഇൻഹെറിറ്റൻസ് ഹി ഹാഡ് ദാറ്റ് അതോറിറ്റി. രണ്ട്, പിന്നീട് തനിക്ക് ലഭിച്ചത് അക്വയർഡ് അതോറിറ്റി. രണ്ട് വിധ അതോറിറ്റി, യേശുക്രിസ്തുവിൻ്റെ രണ്ട് വിധ അധികാരം. ഒന്ന് ബൈ ഇൻഹെറിറ്റൻസ്, രണ്ട് അക്വയർഡ്. യേശു അത് പ്രാപിച്ചെടുത്തു. യേശു അത് പ്രാപിച്ചെടുത്തു. ഇത് ജന്മനാ തനിക്ക് ലഭിച്ച അധികാരമായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്യുമായിരുന്നു? അവൻ പ്രാപിച്ചെടുക്കുകയായിരുന്നു. എന്താണ് ഈ രണ്ട് വാക്കുകൾ? എന്തിനെക്കുറിച്ച് പറയുന്നു? യേശുക്രിസ്തുവിൻ്റെ ജന്മന ബൈ ഇൻഹെറിറ്റൻസ് യേശുക്രിസ്തു അധികാരിയായിരുന്നു. എന്താണ് അതിൻ്റെ കൺഫർമേഷൻ? അഞ്ചാമത്തെ വാക്യം, വേഴ്സ് 5. അഞ്ചാമത്തെ വാക്യം, നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളിച്ചത്. ഇപ്പോൾ ഇവിടെ ദൈവം യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്ന ഒരു വേർഡാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത്. എന്താ അവിടെ പറയുന്നത്? നീ എൻ്റെ പുത്രൻ. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് ദൈവം പറയുന്നു. യേശു ആരാണെന്ന് പറയുന്നു? നീ എൻ്റെ പുത്രൻ. അവിടെ നെക്സ്റ്റ് വേർഡ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു വേർഡ് കൂടുതൽ ചിന്തിപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യം എനിക്കില്ല. കാരണം നാളുകളായിട്ട് നമ്മൾ പല സന്ദർഭങ്ങൾ ചിന്തിച്ചു വെച്ചിരുന്ന ഒരു വേർഡാണ് ഇന്ന് എന്ന ഒരു ദിവസം. ഓർക്കുന്നുണ്ടോ? ഇല്ല, ആർക്കും അറിയത്തില്ല. ഇല്ല. ഇന്ന് എന്നൊരു ദിവസം. എനിക്കറിയാം, അന്ന് നമ്മൾ പലവട്ടം നമ്മൾ ഈ ഭാഗം ചിന്തിച്ചിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ള വിഷയത്തിൽ വന്ന് ചിന്തിച്ചിട്ടുണ്ട്. പലവട്ടം സിബി പാസ്റ്റർ ക്വസ്റ്റ്യൻസ് അതിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ള വിഷയത്തിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരു വേർഡ് നീ എൻ്റെ പുത്രൻ. ദൈവം കർത്താവായ യേശുവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നീ എൻ്റെ പുത്രൻ. നമുക്കറിയാം ഈ ഭാഗം ഏത് ഭാഗത്തു നിന്ന് കോട്ട് ചെയ്തിരിക്കുന്നതാണ്? ഏത് സങ്കീർത്തനം? രണ്ടാം സങ്കീർത്തനം. രണ്ടാം സങ്കീർത്തനത്തിൽ നിന്നാണ് ഈ ഭാഗം കോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ലോകത്തിൽ ദുഷ്ടന്മാരുടെ വലിയ ബഹളം കണ്ട് ദൈവത്തെ അവർ കളിയാക്കുന്ന കണ്ടുകൊണ്ട് ദൈവം സ്വർഗ്ഗത്തിൽ നോക്കി ചിരിച്ച് ദൈവം പറയുന്നൊരു കാര്യമാണിത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് എന്നൊരു ദിവസം ഉണ്ടായിരുന്നു. ഏതിന്? ദൈവത്തിന്. ആര് ജനിക്കുവാൻ? നിങ്ങൾ ഉണ്ടോ ഇവിടെ? കരങ്ങളുയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ട്. ഇന്ന് എന്നൊരു ദിവസം ഉണ്ടായിരുന്നു. ഏതിന്? ദൈവത്തിന് പുത്രൻ ജനിക്കുവാൻ. അപ്പോൾ ദൈവത്തിന് ഒരു പുത്രൻ ജനിക്കുവാൻ ഇന്ന് എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഏതായിരുന്നു ആ ദിവസം? വളരെ നല്ല ഒരു ചിന്തയാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തോട്ടാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം പഴയ നിയമത്തിലെങ്ങും ഒരു ഭാഗം പറയുന്നില്ല കർത്താവായ യേശുക്രിസ്തുവിനെ ആരായിട്ട് വിളിക്കുന്നില്ല? പുത്രനായിട്ട് വിളിക്കുന്നില്ല. യേശുക്രിസ്തു പഴയ നിയമത്തിലെ ഉണ്ട്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് ആരായിട്ട് തന്നെ? ദൈവമായിട്ട് തന്നെ.
അപ്പോൾ യേശു ക്രിസ്തു ദൈവമായിരുന്നു. എന്നാൽ ഈ ദൈവത്തിന് ഒരു പുത്രൻ ജനിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് എന്നൊരു ദിവസം യേശു അഥവാ ദൈവത്തിന് ഒരു പുത്രൻ ജനിക്കുവാനായിട്ടിടയായിത്തീർന്നു. എന്താണ് ആ ഇന്ന് എന്നൊരു ദിവസത്തിൻ്റെ പ്രത്യേകത? ഇന്ന് നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു ആരംഭത്തിൽ ആരായിരുന്നു? വായിച്ചാട്ടെ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-2 വാക്യം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഈ ഭാഗം വായിക്കണം. ഇവിടെയാണ് തൃത്വത്തിൻ്റെ പേഴ്സണാലിറ്റി അവിടെ ഉണ്ട്, മറഞ്ഞു കിടക്കുക. വായിച്ചാട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. ഇതിനകത്ത് വളരെ മിസ്റ്റീരിയസ് വേർഡ്സ് അത് അവിടെ പറയുന്നു. ആദിയിൽ എന്തുണ്ടായിരുന്നു? അപ്പോൾ ആദി, ദ ബിഗിനിങ് എന്ന് പറയുവാൻ ഒരു സമയമുണ്ടെങ്കിൽ ആ സമയത്തിൽ എന്തുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഞാൻ പറയുന്ന വരുന്ന പോയിൻറ്റ്സൊക്കെ. ആദി എന്നുള്ള ഒരു സമയം, ഇൻ ദ ബിഗിനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ലോകം ഇപ്പോൾ കിടക്കുന്നത് ദൈവം ആദമിനെ സൃഷ്ടിക്കുന്ന സമയത്താണ്. ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ എന്തുണ്ടായി? സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം മുഴുവൻ വെള്ളം കൊണ്ട് മൂടപ്പെട്ട് ഇരുണ്ട് കിടന്ന ഭൂമിയിൽ ദൈവം ഒരു കാര്യം പറഞ്ഞു, വെളിച്ചം ഉണ്ടാകട്ടെ. എന്തിനു വേണ്ടിയായിരുന്നു വെളിച്ചം ഉണ്ടാക്കിയത്? എടുക്കുക ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി. എന്താ മനസ്സിലായി? എന്താ മനസ്സിലായി? യെസ്, എവിടെയാണ് ദ ബിഗിനിങ്? മുമ്പ് എന്തുണ്ടായിരുന്നു? ഇരുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരുട്ട് എന്നുള്ളൊരു സമയം ഉണ്ടായിരുന്നത് എപ്പോഴായിരുന്നു? ഞാൻ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ വിഷയം? ഉണ്ട്. ആദി തുടങ്ങിയത് എവിടാ തുടങ്ങിയത്? വെളിച്ചം ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞ് വെളിച്ചം ദൈവം പകലും രാവുമായിട്ട് മാറ്റിയപ്പോൾ ദിവസത്തിനൊരു കണക്കുണ്ടായി. അപ്പോൾ ഈ ദിവസത്തിന് കണക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് എന്തുണ്ടായിരുന്നു ഭൂമിയിൽ? അന്ന് ഭൂമി ഉണ്ടായിരുന്നു, ഭൂമിയിൽ ഇരുട്ട്. അപ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ കണക്ക് എന്തുവാ? അന്നത്തെ ദിവസത്തിന് കണക്കില്ല. ഇല്ല. ഒരു പർട്ടിക്കുലർ വിഷയം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗം കൊണ്ടുവന്നേ. ഞാൻ ഇന്നത് എടുക്കാൻ ചിന്തിച്ചതല്ല. യെസ്, ഇതിന് മുൻപ് ഒരു സമയമുണ്ടായിരുന്നില്ലേ? ലിറ്ററലി ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്തിന് നമുക്ക് എന്ത് പേര് കൊടുക്കാൻ പറ്റും? ഡാർക്ക് ഏജ്, അൺനോൺ ഏജ്. നമുക്ക് ഒരു പേര് കൊടുക്കുവാൻ സാധിക്കും, ഇറ്റേണിറ്റി, നിത്യത. അപ്പോൾ നിത്യതയിൽ ദൈവത്തെ ആരും എന്ത് ചെയ്തിട്ടില്ല? സൃഷ്ടിച്ചതല്ല. അപ്പോൾ ദൈവം അനാദിയായിട്ടുണ്ടായിരുന്ന ദൈവം, ആ അനാദിക്ക് നമുക്ക് എന്ത് പേര് പറയാൻ പറ്റും? ഇറ്റേണിറ്റിക്ക് ഒരു സ്റ്റോപ്പ് വന്നു. ഒരു ദിവസത്തിൻ്റെ കണക്ക് വന്നിട്ട് ആ കണക്ക് തീരുന്നൊരു സമയമുണ്ട്. പിന്നീട് നമ്മളെങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? അതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയില്ലേ? നമ്മൾ നിത്യകാലം. അപ്പോൾ വാസ്തവം നിങ്ങൾ മനസ്സിലാക്കണം, നിത്യതയിൽ തുടങ്ങി നിത്യതയിൽ അവസാനിക്കുന്നതിന് ഇടയ്ക്കുള്ള ഒരു ചെറിയ കാലയളവാണ് ദൈവം ആദവിനെ സൃഷ്ടിച്ച സമയം മുതൽ മനുഷ്യനെ ലാസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന സമയം വരെ ഉള്ളത്.
മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്നേ, മനസ്സിലായി? ഈ ഭാഗം മനസ്സിലായോ? നിത്യതയിൽ തുടങ്ങി നിത്യത വരെ. അപ്പോൾ ഇറ്റേണിറ്റിയിലാണ് ദൈവം തുടങ്ങിയത്. അതിനാർക്കും ഒരു കണക്ക് പറയാൻ പറ്റത്തില്ല. കൊണ്ട് അവസാനിപ്പിക്കുന്നതും എവിടെ നിന്നാണ്? ഇറ്റേണിറ്റി. അപ്പോൾ ഈ ഇറ്റേണിറ്റിക്ക് ഉള്ളിൽ കിടക്കുന്ന ഒരു ചുരുങ്ങിയ ചില ദിവസത്തിൻ്റെ, ദൈവത്തിന് മുമ്പാകെ ചുരുങ്ങിയ ചില ദിവസത്തിൻ്റെ കണക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം. ഒരു 95%. കാരണം ബാക്കിയുള്ള ഭാഗങ്ങൾ പലതും നമുക്കിന്നും ഒരു മർമ്മമായിട്ട് തന്നെ കിടക്കുക. അപ്പോൾ ഒരു നിത്യതയിൽ തുടങ്ങി നിത്യതയിൽ കൊണ്ട് അവസാനിപ്പിക്കുന്നു. അതിനിടയിലുള്ള ചുരുങ്ങിയ കാലയളവ്, അവിടെയാണ് ദൈവം എന്ത് ചെയ്തത്? ദൈവം എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. എന്ത് സൃഷ്ടിച്ചു? വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ അതൊരു ദിവസമായെങ്കിൽ ആ ദിവസം ഏതായിരുന്നു? ദ ബിഗിനിങ്. അതാണ് ആദി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആദിയിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, ആദിയിൽ ആരുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. അപ്പോൾ ഈ ആദിയിൽ തന്നെ വചനം, കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞോട്ട്. ആദിയിൽ തന്നെ വചനമുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ശ്രദ്ധിക്കണം. ഒന്ന് പറഞ്ഞു, ആദിയിൽ ആരുണ്ടായിരുന്നു? അല്ലെങ്കിൽ എന്തുണ്ടായിരുന്നു? വചനം. വചനം ആരോടുകൂടെ ആയിരുന്നു? ദൈവത്തോടു കൂടെ ആയിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് വേർഡ്, വചനം ദൈവമായി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ രണ്ട് ആളത്വങ്ങളെ നമ്മളിവിടെ കാണുക. 2 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്. ദൈവത്തിൻ്റെ 2 ആളത്വങ്ങൾ, 2 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ഓഫ് ഗാഡ്. എന്താണ് ആളത്വങ്ങൾ? അതിലൊന്ന് പറയുന്നു, ആദിയിൽ ആരുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവത്തോട് കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 in 1 നമ്മൾ പറയുന്നതല്ല. ദൈവത്തോട് കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പം നമ്മൾ പറയുവാൻ സാധിക്കും, ലാൽജ് ബർ വർഗീസ് ബറിനോട് കൂടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? 2 ഡിഫറെൻ്റ് ആളത്വങ്ങൾ. പക്ഷെങ്കിൽ എന്തുണ്ട്? ഒരു യോജിപ്പുണ്ട്. കാരണം അവരൊരുമിച്ച് ഇരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ആദിയിൽ ആരുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെ. അപ്പോൾ ദൈവത്തോടു കൂടെ ആയിരുന്നു. എന്ത്? പലപ്പോഴും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു തെറ്റായിരിക്കുന്നൊരു ഭാഗമുണ്ട്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ് ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അല്ല. അവിടെ പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. 3 വചനം ദൈവം. അപ്പോൾ 2 ദൈവം, സോറി ഞാൻ ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ക്ഷമിക്കണം. 2 ദൈവങ്ങളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്നാമത്തെ ദൈവം എന്താ? വചനമാം ദൈവം. രണ്ടാമത്തത് ദൈവം. അപ്പോൾ 2 ദൈവങ്ങളെയാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് താഴെ നെക്സ്റ്റ് വേഴ്സ് പറയുന്നു, അവൻ എന്ത് ചെയ്യുന്നു? ആ വേർഡ് ഒന്ന് വായിച്ചാട്ടെ. ആ അവൻ ആദിയിൽ അപ്പോൾ ഈ അവൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? അവിടെ വചനമാം ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ 2 ആളത്വങ്ങളെയാണ് നമ്മളിവിടെ കാണുന്നത്. 2 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്. തൃത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുവാനുള്ള ഒരു സന്ദർഭമല്ലിത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ബട്ട് 2 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ്. പക്ഷെങ്കിൽ ഈ 2 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസിൽ എന്തുണ്ട്? ഒരു വൺനെസ് ഉണ്ട്. ഒരു വൺനെസ് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? വൺനെസ് ഉണ്ട്. ഈ പേഴ്സണാലിറ്റീസ്, ഒന്ന് ഞാനിപ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഒന്നാമത്തെ പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് ഏതായിരുന്നു? വചനമാം ദൈവം. രണ്ടാമത്തെ പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് ആര്? ഗാഡ്. അപ്പോൾ ദൈവത്തിൻ്റെ 2 ആളത്വങ്ങൾ, ഒന്ന് വചനമാം ദൈവം, 2 ദൈവം. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ വചനമാം ദൈവത്തിന് വേദപുസ്തകം പഠിപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. അപ്പോൾ എന്താണ് ജഡമായി തീർന്നത്?
ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഇത് വളരെ പ്രാധാന്യമുണ്ട്. എന്താ ജഡമായി തീർന്നത്? വചനമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പലപ്പോഴും ചിന്തിച്ചു വച്ചിരുന്നത് ദൈവം എന്തോ ഒരു വേർഡ് പറഞ്ഞു, അതിൽ കൂടെ മറിയ ഗർഭിണിയായി. പക്ഷെങ്കിൽ അതല്ല വിഷയം. വാസ്തവത്തിൽ ദൈവം, വചനമാം ദൈവം, ആദിയിൽ ദൈവമായിരുന്നവൻ എങ്ങോട്ട് വരികയാണ് ചെയ്തേ? നിങ്ങൾ എന്നോട് കൂടെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ വാക്കിൽ കൂടെ ജനിച്ച ജനനമായിരുന്നില്ല യേശു. പകരം യേശു എന്ന് പറയുന്നത് വചനമാം ദൈവമായിരുന്നു. എന്ന് പറഞ്ഞാൽ വചനമാം ദൈവമാണ് മറിയയിൽ ജനിക്കുവാനായിട്ടിടയായിത്തീർന്നത്. മനസ്സിലായോ? ആഹപ്പാടെ ഒരു ചില സഹോദരന്മാർ വളരെ രൂക്ഷമായിട്ട് എന്നെ നോക്കുന്നു. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. മനസ്സിലായി? നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, യേശു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാക്കിൽ കൂടെ ഉളവായതല്ല. പിന്നെ ആരായിരുന്നു? വചനമാം ദൈവമാണ് ജഡമായി തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജഡം എന്ന് പറയുന്നത് ഒരു ദൈവം വെച്ച വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധത്താൽ ഉളവായൊരു ജഡമായിരുന്നില്ല. പിന്നെ ഏതായിരുന്നു? വേദപുസ്തകം പറയുന്നു, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ഞാൻ അതിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ദൈവം തന്നെയാണ് ആക്കൊരു ശരീരം ഒരുക്കിയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെയാണ് മാനുഷിക ശരീരവും യേശുവിൻ്റെതുമായിട്ട് വ്യത്യാസമുള്ളത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എന്നുള്ളത് ഞാൻ തള്ളിക്കളയല്ല. പക്ഷെങ്കിൽ യേശു മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ യേശുക്രിസ്തു എടുത്ത ശരീരം മനുഷ്യനെ പോലെ ഉള്ളതായിരുന്നുവെങ്കിലും ഒരു സ്ത്രീ പുരുഷ ബന്ധം കൊണ്ട് ഉളവായതായിരുന്നില്ല. മനസ്സിലായി ഞാൻ ഈ പറഞ്ഞ വേർഡ്? അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്റ്റാണ് അല്ലേ? അതുകൊണ്ട് എന്തു വന്നില്ല? യേശു ജന്മന പാപിയായിരുന്നില്ല. ഒരു സ്ത്രീ പുരുഷ ബന്ധം കൊണ്ട് ജനിച്ചൊരു കുഞ്ഞായിരുന്നുവെങ്കിൽ ആ പ്രക്രിയ പാപമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആദാമ്യ പാപം ആരുടെ മേൽ വന്നേനെ? അങ്ങനെയെങ്കിൽ യേശു മരിച്ചത് ആർക്ക് വേണ്ടി തന്നെ ആയേനെ? കാരണം പാപത്തിൻ്റെ ശമ്പളം. അപ്പോൾ ഒരു വ്യക്തി പാപിയായി കിടക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ മരണം കൊണ്ട് മറ്റൊരാളെ രക്ഷിപ്പാനായിട്ട് സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ വിഷയം? ഓക്കെ, മറ്റൊരാളെ രക്ഷിപ്പം മാത്രം താഴ്ത്തി, അല്പം താഴ്ത്തിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ 9-ാമത്തെ വാക്യം, വേഴ്സ് 9, 2nd chapter. ദൂതന്മാരിൽ അല്പം ഒരു താഴ്ന്ന വന്നവനായ യേശു. അപ്പോൾ യേശു ജനിക്കപ്പെട്ടപ്പോൾ എങ്ങനെയാണ് ജനിക്കപ്പെട്ടെ? ദൂതന്മാരെക്കാൾ, നമ്മുടെ വിഷയം ദൂതന്മാരെക്കാൾ അല്പം ഇപ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന വിഷയം യേശു ആരെക്കാൾ വലിയവൻ? ദൂതന്മാരെക്കാൾ വലിയവൻ എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ യേശു ആരായിരുന്നു? ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അപ്പോൾ ദൂതന്മാരെക്കാൾ താണവനായിരുന്നു യേശു. എന്നാൽ യേശുക്രിസ്തുവിന് എന്ത് കിട്ടി? അവരെക്കാൾ അവൻ ശ്രേഷ്ഠനായിത്തീർന്നു. അപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം താണവനായിരുന്നുവെങ്കിലും ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിത്തീർന്നു. എന്തുകൊണ്ട് ശ്രേഷ്ഠനായിത്തീർന്നു? അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്ത് ചെയ്തു? ദാസവേഷമെടുത്തു. ആരായിത്തീർന്നു? മനുഷ്യനായിത്തീർന്നു. അപ്പോൾ എന്നിട്ട് പറയുന്നു തന്നെത്താൻ. വായിച്ചാട്ടാ വാക്യം ഒന്ന് വായിച്ചാട്ട്, ഫിലിപ്പിയൻ chapter 2. അപ്പോൾ ദ ഫസ്റ്റ് തിങ് കർത്താവായ യേശു ചെയ്തത് തന്നെത്താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. നോട്ട് ചെയ്താട്ട് ആ വേർഡ്, ഇറ്റ്സ് വെരി വർത്ത്.
അവൻ തന്നെത്താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ്. എന്താ യേശു എംപ്റ്റി ചെയ്തത്? എന്താ യേശു ഒഴിച്ചത്? യേശു ഒഴിച്ചതിനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം രൂപിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്ത് വിട്ടുകൊടുത്തു? ആരായിത്തീർന്നു? മനുഷ്യനായിത്തീർന്നു. അപ്പോൾ ദൈവം മനുഷ്യനായപ്പോൾ, അഥവാ ദൈവം മനുഷ്യനായിത്തീർന്നപ്പോൾ ആ ദൈവത്തിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ചിലത് എംപ്റ്റി ചെയ്യേണ്ടതായിട്ട്, ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട്. ദാറ്റ് മീൻസ് ദൈവത്തിൻ്റെ പൂർണ്ണ മഹത്വത്തിൽ ഗ്ലോറിയിലിരുന്ന യേശു ആ ഗ്ലോറിയോടുകൂടി അല്ല ഈ ലോകത്തിൽ വന്നത്. പിന്നെയോ തൻ്റെ മഹത്വം എന്ത് ചെയ്തു? തൻ്റെ തേജസ് എന്ത് ചെയ്തു? ഒഴിച്ചു വെച്ചു. ഹി എംപ്റ്റീഡ്. അതാണ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അവിടെ നമ്മൾ മനസ്സിലാക്കിയോണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അല്ല, അല്ലെങ്കിൽ വചനമാം ദൈവം ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ടല്ല നമ്മെ രക്ഷിച്ചത്. പിന്നെ എന്ത് ചെയ്തു? അവൻ ആദ്യം ചെയ്തത് എംപ്റ്റീഡ്, തന്നെത്താൻ ഒഴിക്കുവാനിടയായി തീർന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനായി തീരുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ മനസ്സിലാക്കിയെടുക്കുവാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ആണോ? നമ്മൾ ചെറുപ്പത്തിലേ തൊട്ട് കേട്ട് പരിചയമുള്ളത് കൊണ്ട് വളരെ സോ ഈസിയാണ്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഹൗ ഇറ്റ് പോസിബിൾ? ദൈവം മനുഷ്യനായി മാറ്റപ്പെടുക. ഒരു ദൈവമാര്? അവൻ സകലത്തിൻ്റെയും സൃഷ്ടാവ്, സകലത്തെയും തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവൻ. ആ ദൈവമാണ് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താണ ഒരവസ്ഥയിലേക്ക് മനുഷ്യനായിട്ട് വെളിപ്പെടുവാൻ കാരണമായി തീർന്നത്. അപ്പോൾ വെളിപ്പെടണമായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? തൻ്റെതായിരിക്കുന്ന തേജസ്സും തൻ്റെതായിരിക്കുന്ന കഴിവും തൻ്റെതായിരിക്കുന്ന ബലമൊക്കെ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? എംപ്റ്റീഡ്, ഒഴിച്ചു. ഇവിടെ ആ ഫസ്റ്റ് സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഒഴിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വെച്ച് പറയുന്നു, അവൻ തന്നെത്താൻ എന്ത് ചെയ്തു? ഹി ഹംബിൾഡ് ഹിംസെൽഫ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി. ഇത് അക്വേർഡ് അതോറിറ്റിയാണ്. യേശു പ്രാപിച്ചെടുത്ത അധികാരമാണ്. ജന്മനാ തനിക്ക് ലഭിച്ചതല്ല. പിന്നെയോ യേശു അത് പ്രാപിച്ചെടുക്കുകയായിരുന്നു. എങ്ങനെ അവൻ പ്രാപിച്ചത്? എന്ത് അവൻ ചെയ്യേണ്ടതായിട്ട് വന്നു? അവിടെ പറയുന്നത് അവൻ തന്നെത്താൻ എന്ത് ചെയ്തു? താഴ്ത്തി. എവിടെ വരെ? മരണത്തോളം. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. യേശു ക്രിസ്തു താഴ്ത്തി. ആ താഴ്ത്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പാവത്തെ പോലെ നടന്നെന്നാണോ അതിൻ്റെ അർത്ഥം? സാധാരണ താഴ്മയെന്ന് ചിന്തിച്ച് കഴിയുന്നത് എന്താണെന്നറിയാം? ഒരൈറ്റപ്പഴയുടെ കൂട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, എന്താ പറയും? എത്ര താഴ്മയാണ്. അതല്ല വാസ്തവത്തിൽ താഴ്മ. താഴ്മയെന്ന് പറയുന്നത് നെക്സ്റ്റ് വേർഡ്, ആ വേർഡ് പറയുന്നു, അവൻ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം. അപ്പോൾ ദൈവത്തോടുള്ള അനുസരണമാണ് എന്താണെന്നറിയാം? മനസ്സിലായ? പാവത്തെ പോലെ നടക്കുന്നതല്ല താഴ്മ. താഴ്മയെന്ന് പറയുന്നത് ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നതാണ് താഴ്മ. അവരുടെ ജീവിതത്തിൽ ആ പ്രത്യേകത ഉണ്ടായിരിക്കും എന്നുള്ളത് സത്യമാണ്. ബട്ട് ഈ ലോകത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവവചനം ഒരിക്കലും മാറിപ്പോകത്തില്ല. ഈവൻ അനേക ജാതികൾ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ പറയാറില്ലയോ, അയ്യോ ഇത്ര വലിയ മനുഷ്യൻ എത്ര സൗമ്യനാ, ഇല്ലേ? പറയാറില്ലേ? പലരും കണ്ടിട്ടില്ലേ? അത് ദൈവത്തിൻ്റെ വചനം അത് പറയുന്നതാ. കാരണം വേദപുസ്തകം പറയുന്നു, സൗമ്യതയുള്ള ഭാഗ്യവാന്മാർ അവർ. ഒരു ക്വാളിറ്റിയാണ് അവരുടെ. പക്ഷേ ആ ക്വാളിറ്റി കൊണ്ട് അവർക്ക് എന്ത് ലഭിക്കും? ദേ വിൽ ബി ബ്ലെസ്ഡ്. അവർ ഭൂമിയെ അവകാശമാക്കും, അവർ ധനികരായിരിക്കും. ബട്ട് അത് എന്ന് പറയുന്നത്, ആക്ച്വലി ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്, ഈ താഴ്മ എന്ന് പറയുന്നത് എന്തുവാ? ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെട്ടിരിക്കുക. അപ്പോൾ എന്താണ് ഇവിടുത്തെ വിഷയം? കർത്താവായ യേശു ക്രിസ്തു മരണത്തോളം, എന്നിട്ട് താഴെ പറയുന്നു, നെക്സ്റ്റ് വേർഡ് പറയുന്നു, ക്രൂശിലെ മരണത്തോളം
അപ്പോൾ ഈ ദൈവം ആ യേശുവിനെ ഉയർത്തുവാനുള്ള കാരണം, എന്നിട്ട് താഴെ വേർഡ് പറയുന്നു, അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവനെ ഏറ്റവും അധികമായി ഉയർത്തി. അപ്പോൾ ദൈവം യേശുവിനെ ഉയർത്തുവാനുള്ള കാരണം എന്തായിരുന്നു? ദൈവത്തെ അനുസരിച്ചു, ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്നു. ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്നത് കൊണ്ട് യേശുക്രിസ്തു പ്രാപിച്ചെടുത്ത അധികാരമാണ് ദൂതന്മാരെക്കാൾ ആരായിത്തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നു? വല്ല കഥയൊക്കെ ഉണ്ടെന്ന് കേട്ടിരിക്കുകയായിരുന്നില്ലേ? ഇവിടെ യേശു ദൂതന്മാരെക്കാൾ അല്പം താണവൻ. എന്നാൽ തൻ്റെ താഴ്ചയിൽ നിന്നുകൊണ്ട് യേശു എന്ത് ചെയ്തു? തൻ്റെതായിരിക്കുന്ന സകല മഹത്വവും മാറ്റിവെച്ചിട്ട് ദൈവത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ടിരുന്നുകൊണ്ട്, താഴ്ന്നിരുന്നുകൊണ്ട് ദൈവം എന്ത് ചെയ്യുവാനിടയായി തീർന്നു? ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വേർഡ് പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ പറയുന്നു, അവൻ മരണത്തോളം. എന്നിട്ട് എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? എന്തുവാ അതിൻ്റെ അർത്ഥം എന്നാ? ഇതൊക്കെ വായിച്ചില്ലയോ? വായിക്കാത്ത ഭാഗമാണോ? ഫിസിക്കൽ ഡെത്തും ശാപമായ ഡെത്തും ഓക്കെ അല്ലല്ലോ. മരണത്തോളവും, ക്രൂശിലെ മരണത്തോളവും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കഷ്ടതയിലും മരണം. ഓക്കെ, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം. പാപിയായി മരിച്ചു. യെസ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മരണത്തോളം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്ത് മതി? ദാറ്റ്സ് എനഫ്. പക്ഷെ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. എന്തു പറയുന്നു? അവിടെ കോമ കൊടുത്തേച്ച് പറയുക. ഏതുവരെ? കോമയ്ക്ക് വളരെ മീനിങ് ഫുള്ളാണ്. എന്തുവാ മീനിങ് എന്നറിയാമോ? യേശുക്രിസ്തുവിന് തൻ്റെ ജീവിതത്തിൽ നിന്ന് വന്ന കഷ്ടതയെ ഏത് സമയത്ത് വേണമെങ്കിലും തള്ളിക്കളഞ്ഞ ചോടാമായിരുന്നു. എന്നാൽ യേശു എന്ത് ചെയ്തു? മരണത്തോളവും അഥവാ ജീവപര്യന്തം എന്ത് ചെയ്തു? നിങ്ങൾ മനസ്സിലാക്കണം, ചില കാലങ്ങൾ അനുസരിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുവാൻ സാധ്യമല്ല. ഏത് കാലം വരെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ നിനക്ക് എന്തോ കിട്ടും? ഞാൻ 5 കൊല്ലം വിശ്വസ്തനായിരുന്നു പറഞ്ഞുകൊണ്ട് ജീവകിരീടം കിട്ടുമോ? എന്ത് വേണം? ടിൽ ദ ലാസ്റ്റ്, അവസാന നിമിഷം വരെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഫറിങ്സ് ഏറ്റവും കാഠിന്യമായിട്ട് നമ്മൾ കാണുന്നത് എവിടെയാണ് കാണുന്നത്? ക്രൂശ്. അതുകൊണ്ടാണ് കോമ കൊടുത്തേച്ച് ക്രൂശിലെ മരണത്തോളവും എന്ന് പറഞ്ഞിട്ട് യേശു എന്ത് ചെയ്തെന്ന് പറഞ്ഞേ? മനസ്സിലാകുന്നുണ്ടോ? ക്രൂശിലെ മരണത്തോളം യേശു ആരായിത്തീർന്നു? അനുസരണം. അപ്പോൾ ഇത്രമാത്രം തീഷ്ണത കർത്താവായ യേശു അനുഭവിക്കേണ്ടി വന്നിട്ടും യേശു എന്ത് ചെയ്തു? ദൈവത്തെ അനുസരിച്ചു. ഇതാണ് യേശുക്രിസ്തു ആരെക്കാൾ വലിയവനായിത്തീർന്നത്? ദൂതന്മാരെക്കാൾ വലിയവനായിത്തീർന്നത്. അപ്പോൾ യേശുക്രിസ്തു ജന്മന ദൂതന്മാരെക്കാൾ വലിയവൻ, ബിക്കോസ് യേശു ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട്. എന്നാൽ ദൈവം യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത് ഒരു മനുഷ്യ വേഷത്തിലായതുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടി സംബന്ധമായിട്ട് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എന്നാൽ ഈ താഴ്ച വന്ന കർത്താവായ യേശു ദൂതന്മാരെക്കാൾ ആരായിത്തീർന്നു? ശ്രേഷ്ഠനായിത്തീർന്നു. എങ്ങനെ ശ്രേഷ്ഠനായിത്തീർന്നു? മരണത്തോളവും, ക്രൂശിലെ മരണത്തോളവും അനുസരണമുള്ളവനായിത്തീർന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൂശിലെ മരണത്തോളവുമുള്ള അനുസരണമാണ് എന്ത് ചെയ്തത്? യേശുവിനെ ഉയർത്തിയത്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും അധികമായി ഉയർത്തി. സകല നാമത്തിന് മേലായിരിക്കുന്ന നാമം
നൽകി. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പൊസിഷൻസ് നമ്മളൊന്ന് ഉരിഞ്ഞു വെച്ച് നമ്മുടെ പൊസിഷൻ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ കൂടെ കടന്നു വരുവാൻ സാധ്യമല്ല. ദ ഫസ്റ്റ് തിങ്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി അതുകൊണ്ട് പൊസിഷൻ മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആ പ്രൗഢിയിൽ ഇരിക്കുവാനായിട്ട് ദൈവം ആരെയും അനുവദിക്കുന്നില്ല. നെക്സ്റ്റ് തിങ് ദൈവം ആഗ്രഹിക്കുന്നത്, അവരെന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു? അവസാനത്തോളം എന്ത് ചെയ്യണം? അനുസരണമുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അനുസരണമാണ് ദൈവത്തിൻ്റെ അധികാരവും ശക്തിയും ഉയർത്തുവാനായിട്ട് കാരണം, നമ്മൾ കൂടെ വെളിപ്പെടുവാൻ കാരണമായി തീർന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടുവിധ അധികാരങ്ങളെ നമ്മൾ കാണുന്നു. ഒന്ന്, ജന്മനാ തനിക്ക് ലഭിച്ച അധികാരം. രണ്ട്, താൻ പ്രാപിച്ചെടുത്ത അധികാരം. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുവാൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് ഞാൻ കടന്നു പോകട്ടെ. വേഴ്സ് 6, 6-ാമത്തെ വാക്യം. വെളിപ്പാട് എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണേ ആ ഭാഗങ്ങളെല്ലാം. ദൈവത്തിൻ്റെ സകല ദൂതന്മാരും ദൈവം അരുളി ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം, ജീസസ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഹീസ് ദി ഓബ്ജക്റ്റ് ഓഫ് ദെയർ വേർഷിപ്സ്. ഏഞ്ചൽസ്, ദൂതന്മാർ യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. വേദപുസ്തകം ഒരു കാര്യം പറയുന്നു, എല്ലാ മുട്ടും ആരുടെ മുമ്പാകെ മടങ്ങും? യേശുവിൻ്റെ മുമ്പാകെ മടങ്ങും. അത് രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും എല്ലാവരുടെയും മുട്ട് യേശുവിന് മുമ്പിൽ മടക്കും. അത് ദൂതന്മാരായാലും വേണ്ടില്ല, ബാക്കി എന്തായിരുന്നാലും വേണ്ടില്ല, എല്ലാം എന്ത് ചെയ്യേണ്ടി വരും? ദൈവമക്കൾ ഇന്ന് മുട്ടുമടക്കുന്നു, അല്ലാത്തവർ എന്ന് മുട്ടുമടക്കുമെന്നറിയാം. അവർക്കുള്ള വെള്ളസിംഹാസനം മുൻപിൽ അവർ നിൽക്കുമ്പോൾ അവരെല്ലാവരും മുട്ടുമടക്കേണ്ട. ഈ സമയത്താണ് ഫോളൻ ഏഞ്ചൽസ് മുട്ടുകളെ മടക്കുന്നത്. എന്നാൽ എല്ലാ ദൂതന്മാരും അവനെ ആരാധിക്കണം, അവനെ സേവിക്കണം, അവനെ ആരാധിക്കണം. ഈ ദൂതന്മാരവനെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ അതൊരു പർട്ടിക്കുലർ കാലത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. അവിടെ യേശു ക്രിസ്തു ഉപയോഗിച്ചിരുന്ന വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. വായിച്ചോട്ട് 6th വേഴ്സ് ഒരിക്കൽ കൂടെ. ആദ്യജാതനെ, ആദ്യജാതനുള്ള വേർഡ് മനസ്സിലായല്ലോ. എന്തുകൊണ്ട് ആദ്യജാതൻ അറിയത്തില്ല. വായിച്ചാട്ടെ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 16. അവിടെ പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രൻ. അപ്പോൾ ദൈവം പറയുന്നു യേശു ആരാണെന്ന്? ഏകജാതൻ. എല്ലാവരും ചേർന്ന് പറഞ്ഞിട്ട് ഏകജാതൻ. ഇവിടെ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് ആദ്യജാതൻ. ഇപ്പോൾ ഏകജാതൻ ആരായി മാറ്റപ്പെട്ടു? എന്തുകൊണ്ട്? മരിച്ചുയർത്തെഴുന്നേറ്റത് കൊണ്ട്. പ്രൈസ് ഗോഡ്. വായിച്ചാട്ടെ റോമൻസ് ചാപ്റ്റർ 8. ആദ്യജാതൻ ഏകജാതനായി. വായിച്ചാട്ട് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 29. അവൻ മുന്നറിഞ്ഞവരെ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് ആരെ മുൻ നിയമിച്ചു? ആരെ മുൻ നിയമിച്ചു? യേശുവിനെ മുൻ നിയമിച്ചു. എന്തിനു വേണ്ടി മുൻ നിയമിച്ചു? ആ വേർഡ് ഒന്നുകൂടെ വായിച്ചാട്ട്. ആ വേർഡ്, ആ വാക്യം ഒരിക്കൽ കൂടെ ആ ഫസ്റ്റ് പാർട്ട് വായിച്ചാട്ട്. തൻ്റെ പുത്രൻ. ആരായി തൻ്റെ പുത്രൻ? യേശു. യേശു എന്തായി മാറ്റപ്പെടണം? അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ. അപ്പോൾ യേശു ക്രിസ്തുവിന് എന്തുണ്ടാകണം? അനേക സഹോദരന്മാരുണ്ടാകണം. അനേക സഹോദരന്മാരുണ്ടെങ്കിലേ യേശു ആരാകത്തുള്ളൂ? ആദ്യജാതന. ആരായി സഹോദരന്മാർ? ആരായി സഹോദരന്മാർ?
നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട ജനമാണ് അവൻ്റെ സഹോദരന്മാർ. അപ്പോൾ ദൈവത്തിൻ്റെ ഏകജാതൻ ആദ്യജാതനായ എപ്പോഴാണെന്നറിയാമോ? മനസ്സിലായോ? അതെ, മനസ്സിലായോ? ദൈവത്തിൻ്റെ ഏകജാതൻ ഇപ്പോൾ ആരായിത്തീർന്നു? ആദ്യജാതൻ. എന്തുകൊണ്ട്? വേദപുസ്തകം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-18 വാക്യം, ജോൺ 1:12. ഏവർക്കും ദൈവമക്കളാകുവാൻ. അപ്പോൾ നമ്മൾ ആരായിത്തീർന്നു? നമ്മൾ ദൈവമക്കളായതുകൊണ്ട് യേശു ആരായി മാറ്റപ്പെട്ടു? നമ്മുടെ സഹോദരനായിത്തീർന്നു. സഹോദരനായതുകൊണ്ട് ദൈവം നോക്കുമ്പോൾ യേശു ആരായി മാറ്റി? ആദ്യജാതൻ. അപ്പോൾ നമ്മളാരാ? അതിൻ്റെ പിന്നാലെ കടന്നു വന്ന ദൈവത്തിൻ്റെ മക്കൾ. അപ്പോൾ ഏകജാതൻ, നിങ്ങൾ മനസ്സിലാക്കണം, വേർഡ് പഠിക്കുമ്പോൾ നമ്മൾ ഈ രീതി പഠിച്ചു പോകണം. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അന്നേരം ആര്? കർത്താവായ യേശു. ആദ്യജാതനെ പിന്നെ എബ്രായ ലേഖനത്തിലേക്ക് തിരിച്ചു വാ. ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് മധ്യാകാശത്തുള്ള വരവെങ്കിൽ കർത്താവായ യേശു ഇവിടെ വരെ വരത്തുള്ളൂ. മധ്യാകാശത്ത് അന്ന് ആരും ലോകത്തിലുള്ള സകല ആൾക്കാർ എല്ലാവരും യേശുവിനെ കാണത്തില്ല. പിന്നെ ആര് മാത്രം കാണത്തുള്ളൂ? ദൈവമക്കൾ മാത്രം. ദൈവം അനുവദിക്കുന്ന നമ്മുടെ ചേർച്ചിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഒരു ക്ലാസ് 2-3 ദിവസത്തെ ഒരു ക്ലാസ് ഞാൻ എടുക്കുവാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വരവ്, കർത്താവിൻ്റെ മധ്യാകാശ വരവല്ല, അവൻ്റെ ഒലിവ് മലയുള്ള വരവെങ്കിൽ യേശു എന്തുവാ ചെയ്യുവാൻ പോകുന്നത്? ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു? ദൈവം തൻ്റെ ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, അപ്പോൾ യേശു ഭൂമിയിലേക്ക് കടന്നു വരുവാൻ പോകുകയാണ്. ആ സമയത്ത് ദൈവം ഒന്ന് കൽപ്പിച്ചിരിക്കുക എന്ത് ചെയ്യാൻ. നിങ്ങൾ മനസ്സിലാക്കണം, അതിനു മുമ്പും യേശു ആരായിരുന്നു? അധികാരമുള്ള. എന്നിട്ട് അന്ന് യേശു എന്ത് ചെയ്യിച്ചില്ല? ദൂതന്മാരെ വർഷിപ്പ് ചെയ്യണമെന്ന് യേശു പറഞ്ഞിട്ടില്ല. കാരണം എന്തുവായിരുന്നു? അന്ന് ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നില്ല. എന്നാൽ ഈ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വന്നു? സകല ദൂതന്മാരും യേശുവിനെ നമസ്കരിക്കണം. അപ്പോൾ എല്ലാ ദൂതന്മാരും യേശുവിനെ ആരാധിക്കണം. അപ്പോൾ എല്ലാ ദൂതന്മാരും യേശുവിനെ ആരാധിക്കേണ്ടത് കൊണ്ട് യേശു ആരെക്കാൾ വലിയവൻ? ആരാധിക്കുന്ന ആളാണോ, ആരാധിക്കപ്പെടുന്ന ആളാണോ വലുത്? ആരാധിക്കുന്ന ആളാണോ വലുത്? ആരാധിക്കപ്പെടുന്ന ആൾ. അപ്പോൾ യേശു ആരാധിക്കപ്പെടുന്നവനാകയാൽ ഈ യേശു ക്രിസ്തു ആരെക്കാൾ വലിയവൻ? ദൂതന്മാരെക്കാൾ വലിയവൻ. മനസ്സിലായല്ലേ? ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കും.